രാഹുൽ ഗാന്ധി 2 ദിവസങ്ങൾക്ക് മുൻപാണ് മണിപ്പൂരിലെ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചത്. ഇതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലായത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും. മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ പ്രതിഷേധം നേരിടേണ്ടി വന്നു എന്നാണ് വീഡിയോയിലെ പ്രചരണം. സത്യത്തിൽ എന്താണ് ഇതിന്റെ വസ്തുത എന്ന് നോക്കാം. 2024 ജൂലൈ 10 വിവിധ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വീഡിയോ സഹിതം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. 2 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയിൽ രാഹുൽ ഗാന്ധി ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളികേൾക്കാം. മണിപ്പൂരിൽ കുത്തിത്തിരിപ്പിനായി എത്തിയ റൗൾ വിൻസിയെ, അതായത് രാഹുൽ ഗാന്ധിയെ ആട്ടിപ്പുറത്താക്കുന്ന മണിപ്പൂർ ജനത. പ്രകോപനപരമായ പ്രസംഗങ്ങൾ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ മണിപ്പൂരിൽ നിന്ന് മടങ്ങിപ്പോകാൻ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എന്നുമാണ് വീഡിയോ അടക്കമുള്ള വിവിധ FB പോസ്റ്റുകളിലുള്ളത്. സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ രാഹുലിനെ തടഞ്ഞതായി വാർത്തകൾ കണ്ടെത്താനായില്ല. വീഡിയോ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ദൃശ്യത്തിൽ ഒരിടത്ത് അന്യായി യാത്ര എന്നൊരു പ്ലക്കാർഡ് കാണാനായി. വിശദ പരിശോധനയിൽ വീഡിയോയുടെ ഒറിജിനൽ വാർത്താ ഏജൻസിയായ ANI 2024 ജനുവരി 21 വെരിഫൈഡ് X അക്കൗണ്ടിൽ പങ്കുവച്ചതാണ് എന്നും വ്യക്തമായി. മണിപ്പൂരിലെ അംബാഖനിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന പ്രതിഷേധം എന്ന തലക്കെട്ടിലാണ് വീഡിയോ ANI ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 2024 ജൂലൈയിൽ മണിപ്പൂർ സന്ദർശനത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി എന്ന വാദം തെറ്റാണ് എന്ന് ഉറപ്പിക്കാം. അസമിൽ നിന്നുള്ള ജനുവരി മാസത്തെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും Xൽ പങ്കുവെക്കുന്നുണ്ട്. മണിപ്പൂർ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമമായ Xൽ രാഹുൽ പങ്കുവച്ചിരുന്നു. 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ മണിപ്പൂർ ഇപ്പോഴും ദുരിതത്തിലാണെന്നാണ് കോൺഗ്രസ് MP ചൂണ്ടിക്കാട്ടിയത്. വീടുകൾ കത്തുന്നു, നിരപരാധികളുടെ ജീവൻ അപകടത്തിലാണ്, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയാൻ നിർബന്ധിതരാകുന്നു എന്നാണ് വീഡിയോയുടെ കൂടെ രാഹുൽ കുറിച്ചത്. മണിപ്പൂരിലെ ജനങ്ങളെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്നും മണിപ്പൂരിലെത്തി പ്രധാനമന്ത്രി ജനങ്ങളെ കേൾക്കണമെന്നും മണിപ്പൂരിൽ വംശീയ കലാപം രൂക്ഷമാണെന്നും സംസ്ഥാനം ഇപ്പോഴും 2ആയി വിഭജിക്കപ്പെട്ട നിലയിലാണെന്നും രാഹുൽ വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും വീഡിയോയിൽ രാഹുൽ പറയുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുലിന്റെ ആദ്യ സന്ദർശനമാണിത്. ഇതിനു മുൻപ് 2 തവണ രാഹുൽ ജനങ്ങളെ കാണാനായി മണിപ്പൂരിലെത്തിയിരുന്നു. അതേസമയം ഹത്രാസ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയും രാഹുൽ സന്ദർശിച്ചിരുന്നു. 122 പേരായിരുന്നു ഹത്രാസ് ദുരന്തത്തിൽ മരിച്ചത്. പരിപാടി കഴിഞ്ഞ് ബോലെ ബാബ പോകാൻ തയ്യാറെടുത്തപ്പോൾ ഉണ്ടായ തിക്കും തിരക്കുമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. ഇയാൾ വണ്ടി എടുത്ത ശേഷം ആളുകളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഉയർന്ന പൊടി ശേഖരിക്കാൻ തിക്കും തിരക്കും കൂട്ടി. ഇതാണ് വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. എന്നാൽ ഇവിടേക്കും മോദി തിരിഞ്ഞു നോക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് വഴിവെച്ചത്.